രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേതസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകികോകിലം ജാനകീ ജീവനസ്മരണം. ജയ ജയ രാമ രാമ. നമസ്കാരം. സനാതന ധർമ്മസംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ശ്രീമദ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് വാൽമീകി രാമായണത്തിൽ നമ്മൾ വാനരന്മാർ സമുദ്രത്തേക്ക് എത്തി സമ്പാദിയുടെ വാക്യങ്ങൾ കേട്ട് ഉത്സാഹം കൈക്കൊണ്ടതും ആർപ്പ് വിളികളൊക്കെ നടത്തിയതുമായിട്ടാണ് കണ്ടത്. അവർക്ക് സമുദ്രം കടക്കാൻ സാധിക്കും എന്ന് സമ്പാദി ഉറപ്പിച്ച് പറഞ്ഞപ്പോൾ അവർക്ക് ആ ബോധ്യമുണ്ടായി. നമ്മളെപ്പോഴും വാക്കുകൊണ്ട് മറ്റൊരാളെ പ്രോത്സാഹിപ്പിക്കണം എന്ന് പറയണത് അതാ. ഒരു വാക്കുകൊണ്ട് ചിലപ്പോൾ ഒരാളെ ആത്മഹത്യയിൽ നിന്ന് രക്ഷിക്കാൻ കഴിഞ്ഞെന്ന് വരും. തകരാറായ ആത്മഹത്യയിലേക്ക് തള്ളിവിടാനും കഴിയും, ഇല്ലേ? അപ്പോൾ ഏതാണ് വേണ്ടത്? ഉത്സാഹം കൊടുക്കുക, നല്ലത് കൊടുക്കുക, ശുഭപ്രതീക്ഷ കൊടുക്കുക. ഒരാളെ ആത്മഹത്യയിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുമെങ്കിൽ അത് ചെയ്യുക. അത്രയും ശക്തി ഈ വാക്കുകൾക്കുണ്ട്. നല്ല ശക്തിയും ചീത്ത ശക്തിയും. അപ്പം അതിനെ നമ്മളെപ്പോഴും പോസിറ്റീവായിട്ട് ഉപയോഗിക്കുക. ഒരാളെ ദുഃഖത്തിൽ നിന്ന് കരകയറ്റാൻ നമ്മുടെ വാക്കുകൊണ്ട് കഴിയുക. പുണ്യമല്ലേ നമ്മൾ ചെയ്യണത്? നമ്മുടെ വാക്കല്ലേ നമുക്ക് ചിലവുള്ളൂ. അതിനെന്താ അത്ര ബുദ്ധിമുട്ട്? എന്തിനാ മടിക്കണം? ഒക്കെ ശരിയാവും. നിങ്ങളെന്തിനാ അങ്ങനെ ബുദ്ധിമുട്ടണം? നിങ്ങളെക്കാളും കഷ്ടമുള്ളവരെ ചുറ്റൊന്ന് നോക്കൂ. അപ്പം നിങ്ങൾ ഭാഗ്യം ചെയ്തവരല്ലേ. ഇങ്ങനെ പറയുമ്പോൾ അവർക്ക് തോന്നും ശരിയാണല്ലേ. അപ്പോൾ ഈ വാക്കുകൊണ്ട് എപ്പോഴും എന്ത് ചെയ്യണം? ആളുടെ ഉത്സാഹം തല്ലിക്കെടുത്തരുത്. അപ്പം അതിൻ്റെ ഫലമാണ് ഇവർക്ക് മൊത്തം വാനരന്മാർക്കുണ്ടായത്. ഇനി ഹനുമാനും അതന്നെ ഉണ്ടാവാൻ പോണത്. ജാമ്പവാൻ പറയുന്നവരേക്ക് ഈ സമുദ്രം ആരാണ് കിടക്കുക? സമുദ്രം അലയടിക്കണു. നക്രചക്രങ്ങൾ, തിമിംഗലങ്ങൾ, തിരമാലകൾ എല്ലാം കണ്ടു. വല്ലാതെ പരിഭ്രമായി ഇവർക്ക്. ഈശ്വര, ഇത് കടന്നിട്ടാണോ രാമനെയും സുഗ്രീവനെയും നമ്മൾ സന്തോഷിപ്പിക്കണത്? നടന്നത് തന്നെ. ഇത് ചാടി കിടന്നാൽ നമ്മൾ ബാക്കിയുണ്ടാവുമോ സമുദ്രത്തിലേക്ക് ഇറങ്ങാൻ? ഇതൊരു ചെറിയ ജലാശയമോ മറ്റാണോ? ന വിഷാദേ മനക്കാര്യം വിഷാദോ ദോഷവത്തരാ വിഷാദോ ഹന്തി പുരുഷം ബലം കൃദ്ധൈവോരക. അംഗതൻ അപ്പം അവർക്കൊക്കെ ഈ പറഞ്ഞ പോലെ വാക്കുകളെ കൊണ്ട് ഉത്സാഹം കൊടുത്തു. ന വിഷാദേ മനക്കാര്യം, ദുഃഖിക്കരുത്. ആരും എങ്ങൾക്ക് സാധ്യമല്ല എന്ന് മുൻവിധി എഴുതരുത്. അസാധ്യമായതൊക്കെ സാധ്യമായിട്ടുള്ള ചരിത്രങ്ങൾ പലതും ഉണ്ടായിട്ടില്ലേ? വിഷാദോ ദോഷവത്തര, വിഷാദം കൊണ്ട് ദോഷമല്ലാതെ ഇന്ന് വരെ ഒരു ഗുണം ഉണ്ടായിട്ടില്ല. വിഷാദോ ഹന്തി പുരുഷം, ഒരാളെ കൊല്ലാനടക്കം വിഷാദത്തിന് കഴിയും. ഡിപ്രഷൻ അങ്ങനെ കൂടി കൊയലീഷൻ എന്ന് പറയും ഇംഗ്ലീഷിൽ. കൂടി പോയിട്ട് അസഖ്യമായിട്ട് മരിച്ച കേസ് കഥകൾ എത്ര ഈ ലോകത്തിലുണ്ട്. ഹന്തി പുരുഷം, ഒരാളെ കൊല്ലുന്നു വിഷാദം. അയ്യോ, അത് കളയൻ. ബാലം കൃദ്ധൈവോരക, ഒരു ചെറിയ കുട്ടിയെ എങ്ങനെയാണ് പാമ്പ് നശിപ്പിക്കുന്നത്? വല്ല വിഷമമുണ്ടോ പാമ്പിന് കുട്ടിയെ കൊല്ലാൻ? ഒറ്റ കൊത്ത ആഞ്ഞു കുത്തിയാൽ മതി. അതുപോലെ വിഷാദം ഭയങ്കരനാണ്. അവനെ സൂക്ഷിക്കൂ. ഭയങ്കരനായിട്ടുള്ള ആ ക്രൂരതയാണ് വിഷാദം എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമില്ല. നമ്മളെ അത് കൊല്ലും. അകറ്റു, കഴിയുന്നത്ര മനസ്സിന് അകറ്റു. അതുകൊണ്ടാണ് രാവിലെ നീട്ട നമ്മുടെ രീതിയിലുള്ള ഈ പ്രാർത്ഥനകളൊക്കെ. ഭദ്രം കർണേതി ശൃണുയാമദേവ, നല്ലത് മാത്രം ചെവിയിൽ കേൾക്കണേ ഈശ്വര, നല്ലത് മാത്രം കണ്ണുകൊണ്ട് കാണണേ, നല്ലത് മാത്രം എനിക്ക് പറയാൻ തോന്നണേ. ഇത്ര നന്നായി. ആ ശുഭാപ്ത വിശ്വാസത്തിൽ നമ്മൾ ജീവിതം തുടങ്ങുകയാണ്. ഒരു ദിവസം രാവിലെ ഭദ്രം ശൃണുയാമ ഭദ്രം കർണേതി ശൃണുയാമദേവ, ശുഭപ്രതീക്ഷയാണ് എപ്പോഴും നമ്മുടെ കൂട്ടുണ്ടാവേണ്ടത്. നമ്മുടെ രക്ഷകനാണത്. അങ്ങനെ അംഗദൻ പറഞ്ഞു എല്ലാവരോടും
ശുഭപ്രതീക്ഷ വെച്ച് പുലർത്താനും നമുക്കിത് സാധിക്കും എന്നല്ലേ സമ്പാദി പറഞ്ഞത്. വെറുതെ അങ്ങനെ സമ്പാദി പറയില്ല, വേറെ ആരും പറഞ്ഞില്ലല്ലോ. അപ്പം അതിലൊരു കാര്യം ഉണ്ടാവും. ഈ കൂടിയ ആൾക്കാരിൽ വെച്ചിട്ട് ആർക്കാണ് അതിന് കഴിയുക എന്ന് നമ്മൾ കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. ഒരാൾക്ക് കഴിയുമെന്ന് പറഞ്ഞാൽ അതിപ്പോൾ ആരാണെന്ന് എങ്ങനെ അറിയാം? അത് വലിയൊരു പ്രശ്നമാണ്. ഒരു കണക്കിന് ഇപ്പോൾ ഇവിടെ കൂടിയിട്ടുള്ളവരാരും മോശക്കാരല്ല. അംഗദൻ മോശക്കാരനാണോ? ജാമ്പവാൻ മോശക്കാരനാണോ? 21 പ്രാവശ്യം ഭൂമിയെ പ്രദക്ഷിണം വെച്ചിരുന്നു വാമനാവതാര കാലത്ത്. ഇപ്പം അദ്ദേഹം തന്നെ ഇതിൽ പറയും. ഇനിയിപ്പോൾ ആരുമില്ല മോശക്കാരൻ, ഒക്കെ തികഞ്ഞ പ്ലവകേശ്വരന്മാരാണ്. പക്ഷേ സമുദ്രം ചാടേണ്ടടത്തേക്ക് എത്തുമ്പോൾ ആർക്കും ധൈര്യം കാണുന്നില്ല. ഹനുമാൻ മോശക്കാരനാണോ? അപ്പം ആരാണ് എന്നൊന്ന് കണ്ടുപിടിക്കേണ്ട ഒരു ഉത്തരവാദിത്തം ഇനിയുള്ളൂ. ഒരാൾക്ക് കഴിയുന്ന പറഞ്ഞത്, വേറെ ആർക്കും കഴിയില്ല എന്ന് വരുന്നു. ഒരാൾക്ക് കഴിയുന്ന വേറെ ആൾക്ക് കഴിയില്ല എന്നാണല്ലോ. അപ്പം അംഗദൻ പറഞ്ഞു, കടൽ ആരാണ് ചാടുക? ഒരു കാര്യം ചെയ്യാം, അത് കണ്ടുപിടിക്കാനുള്ളൊരു വഴി. 100 യോജനയാണ് ഈ കടലിനുള്ളത് എന്നാണ് ഏകദേശം കണക്ക്. ആരാണ് ഈ വാനരന്മാരെ സുഗ്രീവ വധശിക്ഷയിൽ നിന്ന് രക്ഷിക്കുക? എങ്ങടേക്ക് രക്ഷകൻ ആര് എന്ന് പറയൂ, കണ്ടെത്തണം. രാമലക്ഷ്മണന്മാരെ എന്നിട്ട് നമുക്ക് കാണണം, സീതയെ കണ്ടിട്ട്. കാണാതെയല്ല. അതിനാരാണ് സഹായിക്കുക? ദയവായി ഞാൻ രക്ഷിക്കും എന്ന് പറയൂ. ആരെങ്കിലും പറയും. പറഞ്ഞാൽ മതിയോ? ചെയ്യണ്ടേ? ഒറ്റ കുട്ടി വേണ്ടിയില്ല. അംഗദസ്യ വചശ്രുത്വാ ന കശ്ചിൽ കിഞ്ചിത ബ്രവീത്. ആരും വേണ്ടിയില്ല. പണ്ട് എലികളൊക്കെ കൂടിയിട്ട് ഈ പൂച്ച വരുന്ന കാണാനൊരു സൂത്രം ചെയ്തു എന്നാണ് അറിയാൻ. കഴുത്തിലൊരു മണികെട്ട. പക്ഷെ ആര് ചെയ്യും ഇപ്പത്? പൂച്ച കഴുത്തിൽ കൊണ്ടുപോയിട്ട് മണികെട്ടാൻ എലിയെന്നെ വേണ്ടേ? വേറെ ആരെയും പറയാൻ പറ്റുമോ? എന്ന പോലെയായി അംഗദസ്യ വചശ്രുത്വാ ന കശ്ചിൽ കിഞ്ചിത ബ്രവീ മിതോ വിമിതോ വാ ഭവൽ സർവ സാ തത്ര ഹരിവാഹിനി. മുഴുവൻ വാനരക്കൂട്ടങ്ങളും അനങ്ങാതെ ഇരുന്നു. എന്നാ ഒരു കാര്യം ചെയ്യാം, ഓരോരുത്തരൊക്കെ എത്ര ചാടാം. അത് അവരവരുടെ കഴിവിനെ പറ്റിയൊരു ധാരണ ഉണ്ടാവുമല്ലോ. അതൊന്നുണ്ട് പറയുക. അപ്പം 100 യോജന ചാടാവുന്നവന് അവരെന്നെയാണ്. ഉറപ്പായില്ലേ? നഹിവോ ഗമനേ സംഘകഥാജിൽ കസജിൽ ഭവേ ബ്രുവത്വം ഏഷ്യ ശക്തി പ്ലവനേ പ്ലവകർഷഭ. പ്ലവകർഷഭ ശ്രേഷ്ഠന്മാർ, വാനരശ്രേഷ്ഠന്മാരെ ഓരോരുത്തർക്കും എത്രയൊക്കെ ചാടാനായിട്ട് പറ്റും എന്നൊന്നും അങ്ങോട്ട് പറയാം. അപ്പോൾ 100 യോജന ചാടാറായാൽ അയാളാണ് അതിന് ഉത്തരവാദിത്തപ്പെട്ട ആൾ, അതിന് കഴിയണ ആൾ എന്ന് നമുക്ക് തീർച്ചയാക്കാം. നഹിവോ ഗമനേ സംഘ കഥാജിൽ കസജിത് ഭവേ ബ്രുവത്വം യസ്യ ശക്തി പ്ലവനേ പ്ലവകർഷഭ. വാനരശ്രേഷ്ഠന്മാർ, നിങ്ങളുടെ ആ കഴിവുകൾ ഒന്നുണ്ട് പറയാം. അപ്പോൾ ഓരോരുത്തരും പറയാൻ തുടങ്ങി. ഗന്ധമാദനൻ മൈന്ദൻ്റെ വിധന്തുഷേണം ജാമ്പവാൻ. ഇവരൊക്കെ അവിടെ ഉണ്ട്. ഒരുപാട് വാനന്മാരപ്പോൾ ഗജനും ഗവാക്ഷനും. ഗജം പറഞ്ഞു, എനിക്ക് 10 യോജനയെ പറ്റുള്ളൂ. അയ്യോ, 10-1 ആയുള്ളൂ. അപ്പോൾ ഗവാക്ഷൻ പറഞ്ഞു, എനിക്ക് 20 യോജന ചാടാം. ശരഭൻ പറഞ്ഞു, ഞാൻ 30 യോജന വരെ ചാടും. ഋഷഭൻ എന്ന വാനരൻ പറഞ്ഞു, എനിക്ക് 40 യോജന ചാടാം. ഗന്ധമാദനൻ 50 യോജനാനാഗമിഷ്യാമി 50 ന സംശയ 50 എന്ന് ഗന്ധമാദനൻ പറഞ്ഞു. അപ്പം മൈന്ദസ്തു വാനരത്തത്ര വാനരത്ത അനുവാചക. മൈന്ദൻ പറഞ്ഞു, എനിക്ക് 60 യോജന ചാടാം. ദിവിതൻ പറഞ്ഞു, 70 എനിക്കാവാം. 80 സുഷേണനും. ജാമ്പവാൻ 100 യോജന ചാടാം. പക്ഷെ അങ്ങോട്ട് ചാടിയിട്ട് ഇങ്ങോട്ട് ചാടാൻ വയ്യ. അംഗദനാണ് അങ്ങനെ പറഞ്ഞത്. ജാമ്പവാൻ പറഞ്ഞു, ഞാൻ പണ്ട് ഭൂമി മുഴുവനെ പ്രദക്ഷിണം വെച്ചിട്ടുണ്ട് 21 വട്ടം. അതന്ന്. ഇന്നിപ്പോൾ ഞാൻ വയസ്സനായതുകൊണ്ട് എനിക്ക് പറ്റില്ല.
അയാളുടെ വയസ്സ് ചെന്നത് കാരണം അത്രയ്ക്ക് എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. അതിന് 90 യോജന ചാടാമെന്ന് ചിലർ, 100 യോജന ചാടാം എന്നൊരാൾ, അങ്കദന് അങ്ങോട്ട് ചാടാം 100 യോജനയും ചാടാം. ആവൂ, അപ്പം എല്ലാവർക്കും സമാധാനമായി. പക്ഷെ ഒപ്പം തന്നെ വേറൊരു കാര്യം, ഇങ്ങോട്ട് വരാൻ വയ്യാന്ന്. അങ്ങോട്ട് ചാടിയിട്ട് ഇപ്പം ഇങ്ങോട്ട് വരാതെ അങ്ങോട്ട് ചാടിയിട്ട് വല്ല കാര്യമുണ്ടോ? അയ്യോ, ഉണ്ടായ ഹോപ്പ് അതേപോലെ പോവും ചെയ്തു. അപ്പം അങ്കദനും പോരാ. ആരാണ് അങ്ങോട്ട് ചാടിയിട്ട് ഇങ്ങോട്ട് വരുന്നവൻ? അതായി ആജ്ഞ പ്രകാരം സ്വീകരിച്ച് ആർക്ക് അങ്ങോട്ട് പോകാനായിട്ട് പറ്റും എന്ന് പറയാൻ പറഞ്ഞ സമയത്താണ് ജാമ്പവാൻ വേഗം ഹനുമാനോട് പറഞ്ഞത്. എന്താണ് ഹനുമാൻ അങ്ങിങ്ങനെ മിണ്ടാതിരിക്കുന്നത്? തതപ്രതീതം പ്ലവതാംബരിഷ്ടം ഏകാന്തമാശ്രിത്യ സുഖോപവിഷ്ടം സഞ്ജോദയാമാസ ഹരിപ്രവീരോ ഹരിപ്രവീരം ഹനുമന്തമേവ. മിണ്ടാതെ അങ്ങനെ ഇരിക്കുകയാണ് ഹനുമാൻ. ആ ഹനുമാനോട് ജാമ്പവാൻ ചോദിച്ചു, എന്താണ് അങ്ങ് ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത്? ഹേ വാനരവീര എന്ന് വിളിക്കുകയാണ്. വീര വാനരലോകസ്യ സർവശാസ്ത്രവിദാംബര, എല്ലാ ശാസ്ത്രങ്ങളും കാര്യങ്ങളും അറിയുന്നതായിരിക്കുന്ന അങ്ങ് തൃഷ്ണയും ഏകാന്തമാശ്രിത്യ ഹനുമാൻ കിന്ന ജൽപ്പസി, ഒന്നും മിണ്ടാതെ ഒറ്റയ്ക്കിരിക്കുന്നത് എന്തുകൊണ്ടാണ്? നീ രാമനും ലക്ഷ്മണനും തുല്യനാ. ഇനി അതിലും ഏതൊരു ഉപമയില്ല. രാമലക്ഷ്മണന്മാർക്ക് തുല്യമായ പരാക്രമമുള്ള ആളല്ലേ നീ. രാമലക്ഷ്മണയോ ഒച്ച ബി തേജസാ ച ബലേന ച, തേജസ് കൊണ്ടും ബലം കൊണ്ടും നീ രാമലക്ഷ്മണന്മാർക്ക് തുല്യമാണ്. പിന്നെ തീർച്ചയായിട്ടും നിനക്ക് ഇതിന് കഴിയുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എന്താണ് നീ ഇത്ര പ്രകാരം മിണ്ടാതിരിക്കുന്നത്? അതുകൊണ്ട് ഈ അരിഷ്ടനേമിയുടെ പുത്രനാണ് ഗരുഡൻ. ആ ഗരുഡൻ്റെ സുതനാണ് ഈ ശരിക്കും വരികയാണെങ്കിൽ ഹനുമാൻ എന്നാണ്. അരിഷ്ടനേമി പുത്രോ വൈനതേയോ മഹാബല, മഹാബലനായിരിക്കുന്ന വൈനതേയൻ. പിന്നെയോ ഗരുന്മാൻ ഇത് വിഖ്യാതു, ഗരുഡൻ എന്ന് വിഖ്യാതനായിട്ടുള്ള അരിഷ്ടനേമിയുടെ പുത്രൻ ഗരുഡൻ. സർവപക്ഷിണാം, എല്ലാ പക്ഷികളിലും വെച്ചിട്ട് ശ്രേഷ്ഠനാണ് ഗരുഡൻ എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. ആ ഗരുഡന് തുല്യമായിട്ടുള്ള ബലം നിനക്കുണ്ട്. ഏറ്റവും ബലവാനും വളരെ ദൂരം പറക്കാനും കഴിവുള്ള ആളാണ് അത്രേ ഗരുഡൻ. ആ ഗരുഡന് തുല്യമായിട്ടുള്ള ശക്തി നിനക്കുണ്ട്. അതുകൊണ്ട് എന്താണ് അങ്ങനെ മിണ്ടാതിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. എന്താണ് മിണ്ടാതിരിക്കാൻ കാരണം? അങ്ങേക്ക് കഴിയില്ലേ തീർച്ചയായിട്ടും ഇത് എന്നൊക്കെ ഹനുമാന് മറ്റൊരാൾ തന്നെക്കുറിച്ച് പ്രശംസിക്കണം. അപ്പം തൻ്റെ സ്വന്തമായിരിക്കുന്ന ആ ബലം എന്താണ് അങ്ങേക്ക് അറിയാത്തത്? സ്വന്തം ബലം അങ്ങേക്ക് അറിയണ്ടേ, അതെന്താണ് അറിയാത്തത് എന്നും പറഞ്ഞ് ഹനുമാൻ്റെ ആ ജന്മത്തിനെ കുറിച്ച് പറയുകയാണ്. പഴയ കാലത്ത് പുഞ്ചികസ്ഥലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അപ്സരസ്, വളരെ സുന്ദരിയായിരിക്കുന്ന അവളെ കണ്ട് വായു അവളെ പുണർന്നു. അപ്പം അഞ്ജന ശരിക്കും വരാച്ച അപ്സരസാണ്. അപ്പം മനുഷ്യ വേഷത്തിൽ നിന്നു. ഈ വായു എന്താണ് പുണർന്നത്? ഞാൻ ഏകപത്നി വ്രതധാരിയാണല്ലോ എന്ന് ചോദിച്ചപ്പോൾ വായു പറഞ്ഞു, എൻ്റെ ചാരിത്രത്തിന് കുഴപ്പമൊന്നും വരാത്ത വിധം ഒരു പുത്രനെ നീ പ്രസവിക്കും, എന്നെ പോലെ ശക്തനാവും അവൻ എന്ന് വായു അഞ്ജനിയോട് പറയുകയും ചെയ്തു. അങ്ങനെ ജനിച്ചതാണ് ഈ പുത്രൻ ഹനുമാൻ. ആ ഹനുമാനെ ആര് രക്ഷിച്ചു? കേസരിയും അഞ്ജനിയും കൂടി വളർത്തുകയും ചെയ്തു. അതാണ് ഹനുമാന് കേസരി നന്ദനൻ എന്ന് പറയാൻ കാരണം. വളർത്തു അച്ഛനാണ് കേസരി, വായുവിൻ്റെ ബീജമാണ്. അതേസമയത്ത് ശിവപുത്രൻ എന്നൊരു സ്ഥാനവും ഉണ്ട്. ശിവൻ്റെ ബീജം വായുവാണ് അഞ്ജനിയിലേക്ക് എത്തിച്ചത് എന്നാണ്. അപ്പോൾ എത്തിച്ച ആൾ വായു, ബീജം ശിവൻ്റെ, അപ്പോൾ ശിവപുത്രനുമാണ്. അതേസമയത്ത് വളർത്തിയത് കേസരി. മൂന്നച്ഛന്മാരുടെ പേര് മാറി മാറി വരാനുള്ള
കാരണം ഇതാണ് എന്നർത്ഥം. എന്തായാലും ആ പുത്രനാണ് അല്ലയോ ഹനുമാൻ, അവിടുന്ന് അങ്ങേക്ക് വളരെ എളുപ്പത്തിൽ സാധിക്കില്ലേ ഈ സമുദ്രം ചാടാൻ? ഇപ്പം കുട്ടിക്കാലത്തുണ്ടായിട്ടൊരു സംഭവം ഇവിടെ പറയുകയാണ്. അതായത് സൂര്യൻ ഒരു പഴമാണ് എന്ന് വിചാരിച്ചിട്ട് അതിന് നേരെ ചാടുണ്ടായി. അപ്പോൾ ആ ഇന്ദ്രൻ വജ്രായുധം പ്രയോഗിച്ചു. അത് താടിയിൽ കൊണ്ടതുകൊണ്ടാണ് ഹനുമാൻ എന്ന് പേര് പറഞ്ഞത്. തഥാ ശൈല അഗ്രശിഖരേ വാമോ ഹനുരഭജ്യത തതോഹി നാമധേയം തേ ഹനുമാൻ ഇത് കീർത്യതേ. താടിയിൽ അത് വജ്രായുധം കൊണ്ടതുകൊണ്ടാണ് ഹനുമാൻ പേര് വന്നത്. ഇപ്പം തൻ്റെ ഓമനപുത്രനായിട്ടുള്ള ഹനുമാനെ ഇങ്ങനെ വേദനിപ്പിച്ചത് കൊണ്ട് വായുവിന് ദേഷ്യം വന്നു എന്നാണ്. വായുവിന് ദേഷ്യം വന്നു. അങ്ങനെ സ്തംഭിച്ചു ഇത്രേ വായു. എൻ്റെ പുത്രനെ ഉപദ്രവിക്കാൻ ഇന്ദ്രനായോ വജ്രായുധം കൊണ്ടെന്നിപ്പോൾ കാണിച്ചു തരാം എന്നും പറഞ്ഞ് വായു സ്തംഭിച്ചു. വായു സ്തംഭിച്ചതോട് കൂടിയിട്ട് എല്ലാവർക്കും വായു തടസ്സം വന്നു. അങ്ങനെ ദേവേന്ദ്രൻ എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു. ഇന്ദ്രനെ എന്തെങ്കിലും ഹനുമാനെ രക്ഷിക്കണം, ഹനുമാനെ സന്തോഷിപ്പിക്കുക മാത്രമേ ഈ വായു വീശാൻ ഇനി മാർഗമുള്ളൂ. അവനൊരു വരം കൊടുത്തു അത്രേ, സ്വച്ഛന്ത മൃത്യു. ഹനുമാൻ ഉദ്ദേശിക്കുമ്പോഴേ ഹനുമാന് മരണമുള്ളൂ. അപ്പോൾ വായു വീശാനും തുടങ്ങി. ഹനുമാൻ സന്തോഷമായപ്പോൾ വായു വീശാനും തുടങ്ങി. ഇങ്ങനെയൊക്കെയുള്ള ആ മാഹാത്മ്യം അങ്ങേക്കുണ്ട്. ജാമ്പവാൻ പറഞ്ഞു, ഞാനോ 21 പ്രാവശ്യം വാമനാവതാര കാലത്ത് ഭൂമിയെ പ്രദക്ഷിണം വെച്ചു. അത് ഇപ്പോൾ വൃദ്ധനായതുകൊണ്ട് എനിക്ക് സാധിക്കില്ല. അതുകൊണ്ട് അല്ലയോ ഹനുമാനെ, അവിടുന്ന് എഴുന്നേൽക്കുക, ഈ കടൽ കടക്കൂ. ഇതൊക്കെ അങ്ങേക്ക് നിഷ്പ്രയാസം സാധിക്കും. അപ്പം മറ്റൊരാൾ പറഞ്ഞു കേട്ടാലേ ആ ഒരു കഴിവ് തനിക്ക് ബോധ്യമാവുള്ളൂ എന്ന് ഉള്ളതുകൊണ്ട് തതക്കബീനാം ഋഷഭേണ ചോദിത പ്രതീതവേഗ പവനാത്മജക്കബി പ്രകൃഷ്ടയാൻ താം ഹരിവീരവാഹിനീം ചകാരരൂപം മഹദാത്മനസ്തത. തൻ്റെ ശരീരമാണ് വലുതാക്കി. അണിമ മഹിമ, ഈ സിദ്ധികളുടെ മഹിമ എന്ന് പറഞ്ഞാൽ ശരീരത്തെ വലുതാക്കാനുള്ള സിദ്ധി പ്രയോഗിച്ച് തൻ്റെ ശരീരമാണ് വലുതാക്കി. സമുദ്രം ചാടാനുള്ള തീരുമാനം അപ്പം തന്നെ എടുത്തു. വേഗം മഹേന്ദ്ര പർവ്വതത്തിലേക്കാണ് കയറുകയാണ്. എന്നിട്ട് ആ സമുദ്രം കടക്കാനുള്ള തീരുമാനം, സമുദ്രലംഘനം മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടുന്ന് അങ്ങോട്ട് പറയണു. അപ്പോൾ ആ മഹേന്ദ്ര പർവ്വതത്തിൽ അങ്ങനെ നിന്നു. ഭൂമിയിൽ നിന്ന് താൻ ചാടുകയാണെങ്കിലോ ഈ ഭൂമി മൊത്തം ഭയക്കും. ഭൂമി മുഴുവൻ തകരാറാവും, താറുമാറാവുക എന്ന് പറയുന്നത് ഉണ്ടാവും. ഭൂമി കുലുങ്ങൂലോ. അപ്പോൾ അത് വേണ്ട, ഭൂമി കുലുങ്ങിയാൽ പല പദങ്ങളും ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്തു, വേഗം വാലൊക്കെ അങ്ങോട്ട് വട്ടം ചുറ്റി ശക്തി അങ്ങോട്ട് സംഭരിച്ച് മഹേന്ദ്ര പർവ്വതത്തിലേക്ക് കടന്നു. എന്നിട്ട് അവിടെ പറഞ്ഞു, പർവ്വതാഗ്രങ്ങൾ പിളർക്കുക. അതേപോലെ അഗ്നിയുടെ തോഴൻ, എപ്പോഴും ചലിക്കുന്നവൻ ആയിട്ടുള്ളതായ ആളാണ് വായു. വായുവിൻ്റെ പ്രത്യേകതകളാണ് അതൊക്കെ. അഗ്നിയുടെ തോഴനാണ്, എപ്പോഴും ചലിക്കുന്നവനാണ്, ബലവാനും ആണ്. ആ വായുവിൻ്റെ പുത്രനാണ് ഞാൻ. എനിക്ക് സമുദ്രത്തിൽ ലംഘിക്കാൻ പറ്റും. ചാട്ടത്തിൽ എന്നെ തോൽപ്പിക്കാൻ ആരും തന്നെ ഈ ലോകത്തിൽ ഇല്ല. തസ്യാഹം ശീഘ്രവേഗസ്യ ശീഘ്രഗസ്യ മഹാത്മന മാരുതസ്യ ഉരസപുത്ര പ്ലവനേ നാസ്തി മത്സമ. പ്ലവനം ചാട്ടം. ചാട്ടത്തിൽ മത്സമനായിട്ട് ആരും തന്നെ ഇല്ല. ആകാശത്തെ ഇങ്ങനെ മുട്ടി ഉരുമിയും കൊണ്ട് വിസ്താരമേറിയിട്ടുള്ള മേരുപർവ്വതത്തെ 1000 തവണ വലം വയ്ക്കാനായിക്കൊണ്ട് എനിക്ക് കഴിയും. ഇളകി മറയുന്ന കടലിലും പുഴയിലും ലോകത്തെ മുഴുവനും മുക്കിക്കളയാൻ എനിക്ക് കഴിയും. സമുദ്രത്തെ കുടിച്ചു വറ്റിക്കാൻ എനിക്ക് കഴിയും. എൻ്റെ കാൽമുട്ട് വരേക്കും മാത്രം ഈ സമുദ്രജലത്തെ ആക്കി തീർക്കാൻ എനിക്ക് സാധിക്കും. കര കവിയുകയും ചെയ്യും. ഞാൻ ആ സമുദ്രത്തിലേക്കാണ്ട് ഇറങ്ങിയ എൻ്റെ വലിപ്പം താങ്ങാനാവാണ്ട വെള്ളം മുഴുവൻ കരയിൽ കടിച്ചു കയറും. ഗരുഡനെ
ആ പക്ഷി ജീവിതമായിട്ടുള്ള ആകാശത്തിൽ ഗരുഡൻ പറക്കുന്ന ആ ഗരുഡനെ 1000 തവണ ചുറ്റാൻ എനിക്ക് ശക്തി ഉണ്ട്. ഇപ്രകാരം തൻ്റെ ശക്തിയെക്കുറിച്ച് പലതും ഇങ്ങനെ പറയാൻ തുടങ്ങി. അങ്ങനെ ആദിത്യനെ അസ്തമിക്കുന്നതിന് മുമ്പ് ഞാൻ അടുത്ത് പോയിട്ട് സമീപിക്കും എന്നൊക്കെ ഒരുപാട് തൻ്റെ വീരവാദങ്ങൾ, കടൽ ഞാൻ വറ്റിക്കും പ്രകാരം ഓരോന്നൊക്കെ പറഞ്ഞു. പർവ്വതങ്ങളെ പൊടിയാക്കാനും വള്ളികൾ, വൃക്ഷങ്ങൾ മുതലായിട്ടുള്ളതിനെ മുഴുവനും ഒക്കെ ഞാൻ ചാടാൻ തുടങ്ങിയാൽ എൻ്റെ കൂടെ വരും. ചില ഈ ട്രെയിൻ ഇങ്ങനെ പോണ സമയത്ത് കുറേ കടലാസുകൾ ഒക്കെ പിന്നാലെ പോകുന്നുണ്ടല്ലോ നമ്മൾ, ഇല്ലേ? കുറച്ച് ചപ്പ് ചവറ് കടലാസൊക്കെ ആ ട്രെയിനാണ് പോകുമ്പോൾ അതിൻ്റെ പിന്നാലെ കുറച്ചാണ് പറക്കും. അതിൻ്റെ ആ വേഗത്തിൻ്റെ കാറ്റുണ്ട്. അതുപോലെ ഞാൻ സമുദ്രത്തിലേക്ക് ചാടുമ്പോൾ എൻ്റെ പിന്നാലെ വൃക്ഷങ്ങളും വള്ളികളും കടപുഴങ്ങി. അത് ട്രെയിനാണത്, ഹനുമാനാണ്, വ്യത്യാസമുണ്ട്. അത്രയും കാര്യങ്ങൾ എൻ്റെ കൂടെ വരും. എല്ലാവരും എൻ്റെ വിക്രമം കണ്ടുകൊള്ളുക എന്നങ്ങനെ പറഞ്ഞ് ആ മഹേന്ദ്ര പർവ്വതത്തിൽ സമുദ്രം ചാടിക്കിടക്കാൻ തയ്യാറായിക്കൊണ്ട് അദ്ദേഹം അങ്ങനെ പോയി. അങ്ങനെ എല്ലാവരും പണ്ട് 3 അടി വയ്ക്കാൻ എപ്രകാരമാണോ മഹാവിഷ്ണു വിശ്വരൂപം സ്വീകരിച്ചത്, അതുപോലത്തെ എന്നെ എല്ലാവരും കാണും. ഗരുഡതുല്യനായിരിക്കുന്ന ഞാൻ 10,000 യോജന പോകും എന്ന് നിങ്ങൾ കണ്ടുകൊള്ളുക. വജ്രായുധം ഏന്തിയതായിട്ടുള്ള ഇന്ദ്രൻ്റെയോ സ്വയംഭൂമനോ ബ്രഹ്മാവോ മുതലായിട്ടവരുടെ അധീനതയിലോ ഉള്ള അമൃത അടക്കം ഞാൻ വേണച്ചാൽ കൊണ്ടുവരും. ഇതൊന്നും സാധാരണ കിട്ടാത്തതാണ്. ദേവന്മാരുടെ അധീനത്തിലുള്ള അമൃതം പണ്ട് ഗരുഡൻ കൊണ്ടുവരണ്ടായി എന്നാണ് സംഗതിവശാൽ. അതുപോലെ ഞാൻ വേണമെങ്കിൽ കൊണ്ടുവരും. ലങ്കയെ പിഴുതെടുത്ത് പറിച്ച് രാവണന വധവും നടത്തി സീതയെ ഞാൻ ഇവിടെ കൊണ്ടുവരും. എൻ്റെ എല്ലാ വാനരന്മാർക്കും ഞാൻ ഇഷ്ടം ചെയ്യും. സുഗ്രീവവധത്തിൽ നിന്ന് അവരെ ഞാൻ ഇതാ രക്ഷിക്കും. ഉവാച പരിസംപൃഷ്ടോ ജാമ്പവാൻ പ്ലവകേശ്വര വീരകേസരിണ പുത്ര ഹനുമാൻ മാരുതാത്മജ. വീര കേസരീപുത്ര മാരുതാത്മജ ഹനുമാനേ എന്ന് വിളിച്ച് എല്ലാവരും ഹനുമാനെ വാഴ്ത്തി, ഞങ്ങളുടെയൊക്കെ രക്ഷകനാണ് നീ. രാമന് വേണ്ടി സീതയെ കൊണ്ടുവന്നതിൽ കൂടിയിട്ട് ഞങ്ങളുടെയൊക്കെ ജീവൻ കൂടി തന്ന ആൾ എന്ന സ്ഥാനം നിനക്ക് കൈവരുകയാണ്, അല്ലെങ്കിൽ ഞങ്ങൾ വധിക്കപ്പെടുമല്ലോ. ജാമ്പവാൻ പറഞ്ഞു, നീ ഞങ്ങളുടെ എല്ലാം രക്ഷകനാണ്, തീർച്ചയായിട്ടും നിനക്ക് അതിന് കഴിയും. ഈ വാക്കുകൾ വെറും വാക്കുകളല്ല എന്നങ്ങനെ പറഞ്ഞ് മഹേന്ദ്രപർവ്വതത്തിലേക്ക് ചാടി. സമുദ്രം വലിയ ശബ്ദത്തോടു കൂടിയിട്ട് അങ്ങോട്ട് അലറി. അവിടെ പാറകളൊക്കെ പൊട്ടിപ്പൊടിഞ്ഞ് വീഴുക മുതലായിട്ടുള്ളതുണ്ടായി. പലരും ഓടി ഒളിച്ചു ഇത്രേ പല സ്ഥലത്തേക്കും. പർവ്വതശൃംഗങ്ങളിൽ നിന്ന് വൃക്ഷങ്ങൾ, അതുപോലെ മൃഗങ്ങളും മറ്റ് പക്ഷികളൊക്കെ എവിടേക്കൊക്കെയോ ഓടി ഒളിച്ച് സ വേഗവാൻ വേഗസമാഹിതാത്മാ ഹരിപ്രവീര പരവീരഹംദ മനസ്സമാധായ മഹാനുഭാവോ ജഗാമലങ്ക മനസാ മനസ്സീ. വേഗമുള്ളവനും തൻ്റെ ശത്രുവിനെ വകവരുത്താൻ കഴിവുള്ളവനും അതിനുള്ള എന്താ പറയുക, ആ മനസ്സ് എത്രത്തോളം ശത്രുവിനെ കൊല്ലണമെന്ന ആഗ്രഹമുള്ളവനുമായ ആ ഹരിപ്രവീരൻ വാനരശ്രേഷ്ഠൻ വേഗത്തിൽ മനസ്സുറപ്പിച്ച് ലങ്കയിലേക്ക് അങ്ങോട്ട് പുറപ്പെടുക. ആ സമുദ്ര ലംഘനം കിഷ്കിന്ധാകാന്ഡം ഇവിടെ അവസാനിക്കുകയാണ്. തുടർന്ന് സുന്ദരകാന്ഡം തുടങ്ങുകയാണ്. സുന്ദരകാന്ഡം ആധ്യാത്മരാമായണത്തിൽ കുറച്ചേ ഉള്ളൂ, വളരെ കുറച്ചാണ് വരുന്നത്. കാരണം അധ്യാത്മരാമായണം സംസ്കൃതത്തിൽ 5 സർഗേ ഉള്ളൂ, 5 സർഗം. മറ്റതൊക്കെ 8, 10, 12 സർഗങ്ങൾ വരുമ്പോൾ ഇത് 5 സർഗമേ ഉള്ളൂ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല കേട്ടോ. വാൽമീകി രാമായണത്തിൽ 67 സർഗമോ മറ്റേ 67 68 സർഗങ്ങൾ വരുന്നുണ്ട്. സുന്ദരകാന്ഡം ഒട്ടും കുറവല്ല. ഏതായാലും അടുത്തതായിട്ട് അതാണ് നമുക്ക് കാണേണ്ടത്. പൂർവൻ രാമതപോവനാദിഗമനം മത്വാ മൃഗങ്കാഞ്ചനം വൈദേഹീഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ഭാരീ നിഗ്രഹണം തമുദ്രതരണം ലങ്കാപുരീദാഹനം പശ്ചാത്രാവണ കുംഭകർണനിധനം നേതത്യ രാമായണം. രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേതസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.